ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഈ സമയം അപ്പോൾ വരെ അതുവരെയും എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ഒരു കാലയളവിനെ കാണിച്ചുകൊണ്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു സ്പെസിഫിക് ടൈം പീരീഡിനെയൊക്കെ കാണിക്കുന്ന രീതിയിൽ നമ്മൾ ചില കാര്യങ്ങൾ ചില വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ പ്രത്യേകമായിട്ടുള്ള വാക്കുകളെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് പഠിക്കാം. ആദ്യത്തെ വാക്കാണ് അൻറ്റിൽ. അൻറ്റിൽ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് അല്ലെ, നമ്മൾ ഒത്തിരി കേട്ട് നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള വാക്കാണ്. പക്ഷെ പലർക്കും ഇതിനെ കറക്റ്റ് ആയിട്ട് സെന്റൻസിൽ ഉപയോഗിക്കാനായിട്ട് അറിയാൻ പാടില്ല. അപ്പൊ ചില സമയത്തൊക്കെ അവർ മിസ്റ്റേക്സ് ഒക്കെ വരുത്തും. അങ്ങനെ നമ്മൾ മിസ്റ്റേക്സ് വരുത്താത്ത രീതിയിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് നമ്മൾ അൻറ്റിൽ എടുത്ത് പരിശോധിക്കുന്നത്. അൻറ്റിൽ ദ റെയിൻ സ്റ്റോപ്സ് ഐ കനോട്ട് ഗോ ഔട്ട്. അൻറ്റിൽ ദ റെയിൻ സ്റ്റോപ്സ് ഐ കനോട്ട് ഗോ ഔട്ട്. മഴ തീരുന്നത് വരെ എനിക്ക് പുറത്ത് പോകാനായിട്ട് കഴിയില്ല. അൻറ്റിൽ ദ റെയിൻ സ്റ്റോപ്സ്, മഴ തീരുന്നത് വരെ. അപ്പൊ നമ്മൾ ആദ്യമാണ് അൻറ്റിൽ ചേർത്തിരിക്കുന്നത്. അൻറ്റിൽ ചേർത്തതിന് ശേഷമാണ് ആദ്യത്തെ കാര്യം പറയുന്നത് എന്താണ്? അൻറ്റിൽ ദ റെയിൻ സ്റ്റോപ്സ്, മഴ തീരുന്നത് വരെ. അൻറ്റിൽ ദ റെയിൻ സ്റ്റോപ്സ് എന്ത് ചെയ്യാൻ പറ്റൂല? ഐ കനോട്ട് ഗോ ഔട്ട്, എനിക്ക് പുറത്തു പോകാനായിട്ട് സാധിക്കുകയില്ല. അൻറ്റിൽ ഐ ഫിനിഷ് മൈ ഹോം വർക്ക് ഐ കനോട്ട് വാച്ച് TV. അൻറ്റിൽ ഐ ഫിനിഷ് മൈ ഹോം വർക്ക്, എനിക്ക് എന്റെ ഹോംവർക്ക് ചെയ്ത് തീരുന്നത് വരെ എന്ത് സാധിക്കില്ല? ഐ കനോട്ട് വാച്ച് TV കാണാനായിട്ട് സാധിക്കില്ല. അപ്പൊ ആദ്യം അൻറ്റിൽ ചേർത്തിട്ട് അതിനുശേഷമാണ് അടുത്ത എന്ത് വർക്ക് എന്താണ് ചെയ്യുന്നത്, അതിനുശേഷമാണ് അടുത്ത പ്രവൃത്തി ചെയ്യുന്നത്. ഇവിടെ രണ്ട് പ്രവൃത്തികൾ വരുന്നുണ്ട് അല്ലെ. അൻറ്റിൽ ഐ ഫിനിഷ് മൈ ഹോം വർക്ക്, അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അൻറ്റിൽ ഐ ഫിനിഷ് മൈ എന്റെ ഹോംവർക്ക് ചെയ്യുന്നത് വരെ എന്ന് പറയുമ്പോൾ ആ ഒരു പൂർത്തിയായ ഒരു സെന്റൻസ് അല്ല അത്. അപ്പൊ അതുകൊണ്ട് ആ സെന്റൻസിന്റെ ബാക്കി ഭാഗം അതിന് ശേഷം വരുന്നുണ്ട്. ഈ അൻറ്റിൽ എന്ന പദം നമ്മൾ എന്തിനാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? ഈ അൻറ്റിൽ ഉപയോഗിച്ചിട്ട് രണ്ട് സെന്റൻസുകളെ നമ്മൾ കണക്ട് ചെയ്തേക്കാണ്. മനസ്സിലായോ? അപ്പൊ അൻറ്റിൽ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അൻറ്റിൽ ഐ ഫിനിഷ് മൈ ഹോം വർക്ക് ഐ കനോട്ട് വാച്ച് TV. കണ്ടോ? അപ്പൊ ഐ ഫിനിഷ് മൈ ഹോം വർക്ക് എന്ന് പറയുന്നത് ആദ്യത്തെ സെന്റൻസും ഐ കനോട്ട് വാച്ച് TV എന്ന് പറയുന്നത് രണ്ടാമത്തെ സെന്റൻസുമാണ്. ഈ രണ്ട് സെന്റൻസുകളെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് അൻറ്റിൽ എന്ന പദം ഉപയോഗിച്ചിട്ടാണ്. അത് ആ പദം നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സെന്റൻസിന്റെ ബിഗിനിങ്ങിലാണ്. ഓക്കെ, അൻറ്റിൽ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് സെന്റൻസിന്റെ തുടക്കത്തിലാണ്. ഓക്കെ, അപ്പൊ രണ്ട് സെന്റൻസുകൾ നമ്മൾ കണക്ട് ചെയ്യുന്നതിനാണ് അൻറ്റിൽ എന്ന പദം ഉപയോഗിക്കുന്നത് നമുക്ക് മനസ്സിലായി. അപ്പൊ രണ്ടാമത്തെ സെന്റൻസ് നമ്മൾ കണ്ടപ്പോഴേക്കും അതിനകത്ത് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? അൻറ്റിൽ ദ റെയിൻ സ്റ്റോപ്സ് ഐ കനോട്ട് ഗോ ഔട്ട്. അൻറ്റിൽ ദ റെയിൻ സ്റ്റോപ്സ്. അപ്പൊ റെയിൻ സ്റ്റോപ്സ് എന്ന് പറയുന്നതാണ് ആദ്യത്തെ സെന്റൻസിന്റെ ഭാഗം, സെന്റൻസ് അല്ലെ. റെയിൻ സ്റ്റോപ്സ് എന്ന് പറയുമ്പോൾ ഒരു സെന്റൻസ് ആണ്. കാരണം എന്താണ്? റെയിൻ എന്ന് പറയുമ്പോഴേക്കും അത് സബ്ജക്റ്റ് ആണ്, സ്റ്റോപ്പ് എന്ന് പറയുന്നത് വെർബാണ്. അപ്പൊ സബ്ജക്റ്റും വെർബും ഉണ്ടെങ്കിൽ സെന്റൻസ് ആയല്ലോ. അൻറ്റിൽ ദ റെയിൻ സ്റ്റോപ്സ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ആ ഒരു കണക്റ്റിംഗ് വേർഡ് ഏറ്റവും ആദ്യം ചേർത്തു. പക്ഷെ എന്നിട്ട് സെന്റൻസ് കംപ്ലീറ്റ് അല്ല. അൻറ്റിൽ ദ റെയിൻ സ്റ്റോപ്സ് എന്ന് പറയുമ്പോൾ സെന്റൻസ് കംപ്ലീറ്റ് അല്ല. അതിനുശേഷം വരുന്ന ഭാഗവും കൂടി ചേർത്താലേ സെന്റൻസ് കംപ്ലീറ്റ് ആകുള്ളൂ. അതേതാണ്? സെന്റൻസിന് രണ്ടാമത്തെ ഒരു കംപ്ലീറ്റ് സെന്റൻസ് ഉണ്ട്. എന്താണ്? ഐ കനോട്ട് ഗോ ഔട്ട്, എനിക്ക് പുറത്ത് പോകാനായിട്ട് കഴിയില്ല. ദ റെയിൻ സ്റ്റോപ്സ് എന്ന് പറയുന്ന സെന്റൻസും ഐ കനോട്ട് ഗോ ഔട്ട് എന്ന് പറയുന്ന സെന്റൻസ് തമ്മിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ അൻറ്റിൽ എന്ന പദം ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അടുത്ത സെന്റൻസ് എങ്ങനെയാണ്? അവൻ വരുന്നത് വരെ ഞങ്ങൾ ബീച്ചിൽ കാത്തു നിന്നു. ഇതെങ്ങനെ നമ്മൾ ഈ പറയുന്നത്? അവൻ വരുന്നത് വരെ ഞങ്ങൾ ബീച്ചിൽ കാത്തു നിന്നു. അപ്പൊ ഇതിന്റെ രണ്ട് സെന്റൻസുകൾ അതിനകത്ത് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? അവൻ വരിക എന്ന് പറയുന്നത് ഒരു സെന്റൻസ് ആണ് അല്ലെ. അതിനുശേഷം ഞങ്ങൾ ബീച്ചിൽ കാത്തു നിന്നു എന്ന് പറയുന്ന രണ്ടാമത്തെ സെന്റൻസ് ആണ്. ഇതിനെ രണ്ടിനെയും നമ്മൾ ആൻറ്റിൽ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ആദ്യത്തെ സെന്റൻസ് എങ്ങനെ പറയും? അവൻ വന്നു, അവൻ വരുന്നത് വരെ എന്നൊക്കെ പറയുമ്പോഴേക്കും അത് കഴിഞ്ഞൊരു കാര്യം ആയതുകൊണ്ട് നമ്മൾ അതിന് പാസ്റ്റ് ടെൻസിലാക്കി പറയണം. ഹി കെയിം, അവൻ വന്നു, കഴിഞ്ഞ ഒരു കാര്യമുള്ളൂ. അപ്പൊ ഹി കെയിം. ഞങ്ങൾ ബീച്ചിൽ കാത്തു നിന്നു എന്ന് എങ്ങനെ പറയും? വി വെയിറ്റഡ് അറ്റ് ദ ബീച്ച്. വി വെയിറ്റഡ് അറ്റ് ദ ബീച്ച്. നമ്മൾ അൻറ്റിൽ ചേർത്ത് കണക്ട് ചെയ്ത് പറയുമ്പോൾ അൻറ്റിൽ ഹി കെയിം വി വെയിറ്റഡ് അറ്റ് ദ ബീച്ച്. അൻറ്റിൽ ഹി കെയിം വി വെയിറ്റഡ് അറ്റ് ദ ബീച്ച്. അവൻ വരുന്നത് വരെ ഞങ്ങൾ ബീച്ചിൽ കാത്തു നിന്നു. ഭക്ഷണം റെഡിയാകുന്നത് വരെ കുട്ടികൾ പുറത്ത് കളിച്ചു. ഭക്ഷണം റെഡിയാകുന്നത് വരെ കുട്ടികൾ പുറത്ത് കളിച്ചു. അപ്പൊ അതെങ്ങനെയാ പറയുന്നത്? ആദ്യത്തെ സെന്റൻസ് ഏതാണ് അതിനകത്ത്? ഭക്ഷണം റെഡിയാകുക. അടുത്ത സെന്റൻസ് ഫുഡ് വാസ് റെഡി എന്നാണ്. ഫുഡ് ഈസ് അല്ല, ഫുഡ് വാസ്. കാരണം കഴിഞ്ഞ കാര്യമല്ലേ. അപ്പൊ ദ ഫുഡ് വാസ് റെഡി. ചിൽഡ്രൻ, രണ്ടാമത്തത് കുട്ടികൾ പുറത്ത് കളിച്ചു. ചിൽഡ്രൻ പ്ലേഡ് ഔട്ട്സൈഡ്. ചിൽഡ്രൻ പ്ലേഡ് ഔട്ട്സൈഡ്.
അപ്പൊ രണ്ട് സെന്റൻസ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? until the food was ready, children played outside. until the food was ready, the children played outside. ഇനി until എന്ന രീതിയിൽ തന്നെ ഉപയോഗിക്കുന്ന വേറൊരു പദം കൂടിയുണ്ട്. വരെ എന്ന് പറയുന്ന ആ രീതിയിൽ പറയാനായിട്ട് വേറൊരു പദമാണ് ഏതാണ്? till. till എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ വരുന്നത് വരെ നീ ഇവിടെ നിൽക്കുക. ഞാൻ വരുന്നത് വരെ നീ ഇവിടെ നിൽക്കുക. അപ്പൊ എങ്ങനെ പറയും അതിനെ? ഈ till ചേർത്തിട്ട് നീ ഇവിടെ നിൽക്കുക എന്നുള്ളത് നമ്മൾ പറയുമ്പോഴേക്കും യു വെയിറ്റ്. ഇവിടെ നിൽക്കുക. യു വെയിറ്റ് ഹിയർ. നീ ഇവിടെ നിൽക്കുക. ആദ്യത്തെ സെന്റൻസ് നമ്മൾ അതുപോലെ തന്നെ ചേർക്കും. അതിനുശേഷം നടുക്കായിട്ട് നമ്മൾ till ചേർക്കും. ഓക്കെ, യു വെയിറ്റ് ഹിയർ till. ഞാൻ വരുന്നത് വരെ. till I come. ഓക്കെ, യു വെയിറ്റ് ഹിയർ till I come. അപ്പൊ രണ്ട് സെന്റൻസിനെ നമ്മൾ കണക്ട് ചെയ്ത് till ഉപയോഗിച്ചു. പക്ഷെ until നമ്മൾ until ഉപയോഗിച്ചത് ബിഗിനിങ്ങിലാണ്. പക്ഷെ ഇവിടെ till ഉപയോഗിക്കുന്നത് രണ്ട് സെന്റൻസിന് നടുക്കായിട്ടാണ്. ഓക്കെ, യു വെയിറ്റ് ഹിയർ till I come. ഞാൻ വരുന്നത് വരെ നീ ഇവിടെ കാത്തിരിക്കുക. ഇവിടെ ഒരു സെന്റൻസ്, നീ ഇവിടെ ഇരിക്കുക നിന്റെ കൂട്ടുകാരി വരുന്നത് വരെ. അപ്പൊ നീ നിന്റെ കൂട്ടുകാരി വരുന്നത് വരെ ഇവിടെ ഇരിക്കുക. അതെങ്ങനെ നമ്മൾ പറയും? രണ്ട് സെന്റൻസ് ഏതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്? അല്ലെ, യു സിറ്റ് ഹിയർ. നീ ഇവിടെ ഇരിക്കുക. യു സിറ്റ് ഹിയർ. എപ്പോ? till. ആര് വരുന്നത് വരെ? കൂട്ടുകാരി വരുന്നതല്ലേ. അപ്പൊ till your friend comes. യു സിറ്റ് ഹിയർ till your friend comes. മീറ്റിംഗ് തീരുന്നത് വരെ മഴയായിരുന്നു. മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത്. മീറ്റിംഗ് തീരുന്നത് വരെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എങ്ങനെ പറയും? ആദ്യത്തെ സെന്റൻസ് ഏതാണ് ഇതിനകത്ത്? മീറ്റിംഗ് തീരുക എന്നുള്ളത്. എന്താണ് മീറ്റിംഗ് തീരുക എന്നുള്ളത്? മീറ്റിംഗ് ഈസ് ഓവർ, അല്ലെങ്കിൽ മീറ്റിംഗ് വാസ് ഓവർ. കഴിഞ്ഞൊരു കാര്യമല്ലേ. മീറ്റിംഗ് വാസ് ഓവർ. മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് എങ്ങനെ പറയും? ഇറ്റ് വാസ് റെയിനിങ്. ഇറ്റ് വാസ് റെയിനിങ്. ഇറ്റ് വാസ് റെയിനിങ്. കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇറ്റ് വാസ് റെയിനിങ് ടിൽ ദ മീറ്റിംഗ് വാസ് ഓവർ. ഇറ്റ് വാസ് റെയിനിങ് ടിൽ ദ മീറ്റിംഗ് വാസ് ഓവർ. മീറ്റിംഗ് കഴിയുന്നത് വരെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മൂന്നാമത്തെ ഒരു വാക്കാണ് ഇപ്പോഴും. അതായത് വരെ എന്നല്ല, ഇപ്പോഴും. അതിലൊരു കണ്ടിന്യൂറ്റി, ഒരു തുടർച്ച വരുന്ന രീതിയിലുള്ള വേറൊരു പദമാണ് സ്റ്റിൽ എന്ന് പറയുന്നത്. സ്റ്റിൽ. അപ്പൊ സ്റ്റില്ലും ഇങ്ങനെയാണ് സെന്റൻസുകളിൽ ഉപയോഗിക്കുന്നത്. അല്ലെ, ഇതുമായിട്ട് എന്തെങ്കിലും, അല്ലെങ്കിൽ അൻറ്റിലും ടില്ലും ഒക്കെ ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറൻസ് ഒക്കെ ഉണ്ടാകുന്ന നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് സ്റ്റിൽ റെയിനിങ്. ഇറ്റ് ഈസ് സ്റ്റിൽ റെയിനിങ്. ഇപ്പോഴും മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇറ്റ് ഈസ് സ്റ്റിൽ, സ്റ്റിൽ അതിന്റെ നടുക്ക് ചേർത്തു, റെയിനിങ്. ഇപ്പോഴും എനിക്ക് കുക്ക് ചെയ്യുന്നത് ഇഷ്ടമാണ്, അല്ലെങ്കിൽ പാചകം ചെയ്യുന്നത് ഇഷ്ടമാണ്. ഐ സ്റ്റിൽ ലൈക്ക് കുക്കിംഗ്. ഐ സ്റ്റിൽ ലൈക്ക് കുക്കിംഗ്. ഇപ്പോഴും ചായക്ക് ചൂടുണ്ട്. എങ്ങനെ പറയും? ദ ടീ ഈസ് സ്റ്റിൽ ഹോട്ട്. ദ ടീ ഈസ് സ്റ്റിൽ ഹോട്ട്. ഇപ്പോഴും കട തുറന്നിരിക്കുകയാണ്. അതായത് തുടർച്ചയായിട്ട് ഉള്ള നല്ല രീതിയിലാണ് കാണിക്കുന്നത്. ഇപ്പൊ ദ സ്റ്റോർ ഈസ് സ്റ്റിൽ ഓപ്പൺ. ദ സ്റ്റോർ ഈസ് സ്റ്റിൽ ഓപ്പൺ. അവൾ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ഷീ ഈസ് സ്റ്റിൽ വെയിറ്റിംഗ്. ഷീ ഈസ് സ്റ്റിൽ വെയിറ്റിംഗ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഈ 3 പദങ്ങളാണ്. അൻറ്റിൽ, സ്റ്റിൽ ആൻഡ് സ്റ്റിൽ. അപ്പൊ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾ ഇപ്പോൾ പഠിച്ചു. അപ്പൊ നിങ്ങളുടെ സംസാരത്തിലൊക്കെ കൂടുതലായിട്ട് ഇത് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.